രാവിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വോയിസ് തന്നോട്ടെ. ഈ വോയിസ് വളരെ കേട്ട് മനസ്സിലാക്കി ഈ വോയിസ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കേട്ട് മനസ്സിലാക്കി ടെൻഷൻ ഇല്ലാതെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വോയിസ് തരുന്നത്. പറഞ്ഞാൽ ഇനി മുതൽ അച്ചുവോ ഞാനോ അറാസിയോ മറ്റ് ഒന്നും തന്നെ നിങ്ങൾ മേൽ പ്രയോഗിക്കുകയില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടി എൻജോയ് ചെയ്ത് കാമുകന്മാരെ വിളിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും റിലാക്സ് ആയിട്ട് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആരെയും ഫോൺ പരിശോധിക്കാനോ ഒന്നിനും തന്നെ വരുന്നില്ല. ഫുൾ ഫ്രീഡത്തിലാണ് നിങ്ങളെ വിട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ 10 മണിക്ക് തന്നെ എത്തിയിരിക്കണം. വൈകിട്ട് 5 മുമ്പ് പോകാൻ പാടില്ല. മാസം 2 ലീവ് മാത്രമേ എടുക്കാൻ പറ്റൂ. 2 ലീവ് കൊടുത്താൽ 1000 ഫൈനുണ്ട്. 15-ാം തീയതി മുതൽ 2 മാസം കഴിഞ്ഞ് എല്ലാവർക്കും 10,000 ബിസിനസ് വന്നില്ലെങ്കിൽ 500 രൂപയാണ് വിടും. ഈ കാര്യം അറേഞ്ച് ചെയ്യുന്നതാണ്. സ്വതന്ത്രമായി വർക്ക് ചെയ്ത് ഫ്രീഡമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ സൗകര്യം ഒരുക്കി തരുന്നത്. ഒരു കൺട്രോളും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഫോൺ പരിശോധിക്കത്തില്ല. കാമുകനെ വിളിക്കാതിരിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. യാതൊരു തടസ്സവും. ഹോസ്റ്റലിൽ 9 മണിക്കാകും കയറിയിരിക്കണം. പിന്നെ മറ്റ് വിഷയങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന എഗ്രിമെൻറ്റുകൾ നിങ്ങൾ എഴുതി തരണം. മാത്രമേ ഉള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ചു പോവുക. 15-ാം തീയതി മുതൽ 10,000 ബിസിനസ് നടന്നില്ലെങ്കിൽ 500 ഫൈൻ അടയ്ക്കണം. അതിന് പേരിൽ ആദ്യം ടെൻഷൻ അടിക്കേണ്ട. ആ 10,000 കുറഞ്ഞ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഓട്ടം തന്നെ ഒരു റൂമിൽ 10,000 പീസോളം കിടപ്പുണ്ട്. 7 റൂമിൽ ഇഷ്ടംപോലെ സാധനം കിടപ്പുണ്ട്. 5 പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നുകൊണ്ട് ബാക്കി ബിസിനസ് ചെയ്ത് ഫൈൻ ഒഴിവാക്കാം. ഇനി ഇവിടെ ബിസിനസ് ചെയ്ത് പിന്നെ കാശ് ഉണ്ടാക്കാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആരെങ്കിലും യൂട്യൂബ് വഴി കിട്ടുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. കസ്റ്റമർക്ക് 100 കുറച്ച് കൊടുക്കും. നിങ്ങൾക്ക് 5% കമ്മീഷൻ കിട്ടും. ഇനി ഇവിടെ ആർക്കെങ്കിലും ടെൻഷൻ ആണെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി നോക്കി വർക്ക് ചെയ്യാം. എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാം. അവിടെയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് ഇവിടുന്ന് കല്യാണം കഴിച്ചു വിടുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായ ശേഷം വരാതിരിക്കാൻ പറ്റുകയോ കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുകയോ ഒക്കെ അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരംഭിക്കുന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുന്ന ഓൺലൈൻ വഴിയും വേൾഡിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇതേ രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ വലിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക. ഇവിടെ എല്ലാത്തിനും ഫൈൻ മാത്രമേ ഉള്ളൂ. ഹറാസിങ്ങോ ചൂടാവലോ പൊട്ടിത്തെറിക്കലോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഷോപ്പിൽ ഇവിടെ നിന്ന് ടെൻഷനുള്ളവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. അവിടെ ടെൻഷനോ ടാർഗറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇവിടെ ടാർഗറ്റ് കുറഞ്ഞാൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വൈകിട്ട് ബിസിനസ് ചെയ്യാം. 8 രൂപയ്ക്ക് ഷോപ്പിൽ പോയി 2 ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ഉണ്ടാകില്ല. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് കെയറിങ്ങോട് മുന്നോട്ട് പോകണം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ അവസരം കിട്ടത്തില്ല. പിന്നെ ഫൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഗുരുതരമായി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മേടിച്ച് വെക്കും. അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഹറാസിങ്ങോ ചൂടാവലോ പൊട്ടിത്തെറിക്കലോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കയ്യാഴ്ച പറഞ്ഞ പോലെ ഇവിടെ ട്രെയിനിങ് വരുന്ന കുട്ടി നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ 5,000 രൂപ ഫൈൻ ഇടും. ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളെ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അവരെ കെയർ ചെയ്ത് ബാക്കിയുള്ളവരും കെയർ ചെയ്യണം. ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടിയോട് ചോദിക്കുന്ന ആരിൽ നിന്ന് എന്തെങ്കിലും ഹറാസിങ്ങോ മോശമായ പെരുമാറ്റമോ ചാടയോ വില കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും 5,000 രൂപ ഫൈൻ ഇടും. അതിനൊരു വ്യത്യാസവും ഇല്ല. കാരണം നിങ്ങളെപ്പോലും ജീവിക്കാൻ വരുന്നവരാണ് അവർ. അവരെ നല്ല ട്രെയിൻ ചെയ്യുക. എന്നിട്ട് അച്ഛന് വ്യക്തമായ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി അച്ഛനെ തോന്നുകയാണ് നിങ്ങൾ റിപ്പോർട്ട് തോന്നുകയാണെങ്കിൽ അച്ഛൻ തന്നെ ഒഴിവാക്കാൻ പറയും. അപ്പോൾ അവരെ ഒഴിവാക്കാം. അല്ലാതെ ഇവിടുത്തെ പോസിറ്റീവ് മാത്രം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് പറയണം. ഇവിടുത്തെ ഭാവിയെക്കുറിച്ച് പറയണം. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ നിർത്തുന്ന ഉത്തരവാദിത്തം തരുന്ന സൂപ്പർവൈസർക്കാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ നിങ്ങൾ ഇത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും 5,000 രൂപ ഫൈൻ ഇടും. അപ്പം ന്യായം പറഞ്ഞ കാര്യമില്ല. എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ അവർക്കും 5,000 രൂപ ഫൈൻ ഇടും. ഈ കാര്യം മാത്രമേ ഉള്ളൂ ഇമ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ വന്ന ഒരാൾ പോലും തിരിച്ചു പോകാൻ പാടില്ല. അത് അച്ഛൻ പറയും വേണ്ട ഈ കുട്ടി ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കാനല്ലാതെ വേറെ ഒഴിവായി കഴിഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റായിട്ട് കാണിക്കും. അതിന് ഫൈൻ ഈടാക്കും. ഈ കാര്യം ശ്രദ്ധിച്ചു പോകും. അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ആർക്കെങ്കിലും റിസൈൻ ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നിട്ട് പോകണം. മൊബൈൽ തരുമ്പോൾ അതിൻ്റെ ഡേറ്റയോ മറ്റു വല്ലതും എറേസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ പേര് നേരായി മുന്നോട്ട് പോകും. അല്ലാതെ വിഷയങ്ങളൊന്നും തന്നെയില്ല. 30-40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്ര ആൾ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. റിസൈൻ ചെയ്ത് പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കണം. അങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നവർ മൊബൈലിലെ ഡേറ്റ എന്തെങ്കിലും നിങ്ങൾ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ലല്ലോ. കാരണം ഇവിടെ നിങ്ങളെ ഹറാസിങ്ങോ ചൂടാവലോ പൊട്ടിത്തെറിക്കലൊന്നും തന്നെയില്ല. തെറ്റിയുടെ ഫൈൻ ഇടും. എന്തുവാ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഫൈൻ ഇടും. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഫൈൻ ഇടും എന്ന് പറയുന്നതല്ല. റോഡിൽ നിയമങ്ങൾ പാലിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ക്യാമറകൾ എല്ലാ സ്ഥലത്തോടും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ പോകുന്നത് എന്ന് പറയുന്നത് ഒലിവിക്ക് നിയമങ്ങളുണ്ട്. അത് പാലിക്കാത്തൊരു ഫൈൻ ഇടും. അതിന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈൻ മേടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഒരു കുട്ടി പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിർത്തിപ്പോകാൻ പാടില്ല. 2 വരുന്ന കുട്ടികളോട് എല്ലാവരും തന്നെ ഒരു കെയറിങ് കൊടുക്കണം. കാരണം നിങ്ങളെപ്പോലെ അവർ ജീവിക്കാൻ വന്നതാണ്. അതിൽ 4 നെഗറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പോർട്ട് 5,000 രൂപ ഫൈൻ. അത് ഗുരുതരമായ തെറ്റാണ്. അത് ഒലിവിലേക്ക് കയറി വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്കല്ല. നിങ്ങളുടെ വീട്ടിലാരും കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ തരി സ്വഭാവം കാണിക്കുക. ഇവിടെ കാണിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുക. ഷോപ്പിൽ ടെൻഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ വണ്ടി വരും. വണ്ടി നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ഇവിടെ പിക്കപ്പ് ചെയ്യും. വൈകിട്ട് തിരിച്ച് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. 2 വീലർ ഇല്ലാത്തവർ എല്ലാവരും തന്നെ വണ്ടി ഉപയോഗിച്ച് മാത്രമേ പോകാൻ പറ്റൂ. 2 വീലർ ഇല്ലാത്ത എല്ലാവരും തന്നെ. അപ്പോൾ ഞാൻ നടന്ന് വെച്ചോളാം, അങ്ങനെ വെച്ചോളാം, ഇങ്ങനെ വെച്ചോളാം പറയാൻ പറ്റത്തില്ല. അതിന് ഫീസുണ്ട്. മാസം 1,000 റുപ്പീസാണ്. അത് ഫീസാണ് വാങ്ങിക്കില്ല. ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണം, പെട്രോൾ അടിക്കണം, മെയിൻസ് നടത്തണം. അപ്പോൾ 1000 രൂപ നമുക്ക് മേടിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ 3000 രൂപയാണ് കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് 1000 രൂപ 10-40,000 കിട്ടിയിട്ടാണ് 1000 രൂപ നിങ്ങൾ മേടിക്കുന്നത്. പിന്നെ 500 ഫൈൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് കുറവാണെങ്കിൽ അച്ഛനെ സമീപിച്ചാൽ അച്ഛൻ വീഡിയോ ഇട്ട് തരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ അച്ഛനെ സമീപിക്കുന്നവർ അച്ഛനെ അതുപോലെ ഉടമസ്ഥ രീതിയിൽ നിങ്ങൾ
റെസ്പെക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അച്ഛൻ തരത്തുള്ളൂ. അന്നേരം അതിന് പരാതി പറഞ്ഞ കാര്യമില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. എത്ര നാൾ വേണമെങ്കിൽ ജോലി ചെയ്യാം. ഇവിടെ നിർത്തി നിങ്ങളുടെ വീട്ടിൽ പോയാലും ഗൾഫിൽ പോയാലും അമേരിക്കയിൽ പോയാലും ചേർത്ത കയ്യിലാണ് ക്രമീകരിക്കുന്നത്. ഈ അവസരം നഷ്ടപ്പെടുത്താതെ